ഹലോ, ഇന്ന് നമുക്ക് അധികം ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരു പച്ചക്കറി ഐറ്റംസാണിത്. അതും വെച്ച് നമുക്കിന്നൊരു തോരനായാലോ. ഇതിൻ്റെ പേര് നൂക്കോൾ എന്നാണ്. ഇത് കർണാടകയിലാണ് കൂടുതലും ഉള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഈ കർണാടകയിൽ വന്നതിന് ശേഷമാണ് ഞാനത് കണ്ടിട്ടുള്ളത്. ഇത് ഇങ്ങനെ ചെത്തി ഇതിൻ്റെ തൊലി അങ്ങ് കളയുക. ഇത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഇവിടെ ഉള്ളവർ ചില സമയത്തൊക്കെ, എപ്പോഴും ഇല്ല, ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഇത് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ പെട്ടെന്ന് അഴുക്കായിപ്പോകത്തില്ല നമ്മൾ വെക്കുന്ന ഐറ്റംസൊക്കെ. ഇതാകുമ്പം അത്ര പെട്ടെന്ന് അഴുക്കാവത്തില്ല. അതിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി എടുത്തുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോരൻ വെക്കുന്ന പരുവത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് കുരുവൊന്നുമില്ല. നാലായിട്ട് കീറുക. അതിന് ശേഷം അത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കീറി അങ്ങനെ ചെറിയ പീസുകളാക്കി എടുത്ത്, ഇപ്പം എളുപ്പമായ സൈസുമുണ്ട്, മൂത്ത സൈസുമുണ്ട്. എളുപ്പമായതാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും കട്ട് ചെയ്യാൻ പറ്റും. മൂത്തതാണെങ്കിൽ ഒരു ശകലം കട്ടി കാണും കട്ട് ചെയ്യാൻ നേരം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ ചോപ്പറിനകത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് അരിയാമെങ്കിൽ അത് മതി. ഇത് ചോപ്പറിനകത്താകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ഇനി 2 സവാള ഉള്ളിയും കൂടെ ആ ചോപ്പറിനകത്തിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിനകത്തോട്ടിടാം. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു 2 പിടിയോളം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചൂടാകുമ്പോഴത്തേനൊരു ശകലം കറുവപ്പട്ടയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതും കൂടെ അതിനകത്തോട്ട് കിടന്നൊന്ന് ചൂടാവട്ടെ. അതിന് ശേഷം കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നൗക്കോളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇടുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ആ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തല്ലിപ്പൊത്തി അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ഇത് ഞാൻ ഒരു 6-7 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇത് അതിനകത്ത് വെള്ളമെല്ലാം പറ്റി പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഒരു സോഫ്റ്റായി വന്നിട്ടുണ്ട് പച്ചക്കറിയെല്ലാം. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ തീ കൂട്ടി വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അത് വീണ്ടും ഒന്ന് പറ്റിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി പറ്റി വന്നല്ലോ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ നൂക്കോൾ തോരൻ തയ്യാർ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കേ, ബൈ.